8 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഖദിരമരം കൊണ്ട് ഹോമയാഗപീഠം ഉണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരവുമുള്ളതായിരുന്നു. അതിന്റെ 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു. താമ്രം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലിപ്പണിയായ ഒരു താമ്രജാലം ഉണ്ടാക്കി. അത് താഴെ അതിന്റെ ചുറ്റുപടിക്ക് കീഴെ അതിന്റെ പാതിയോളം എത്തി. താമ്രജാലത്തിന്റെ 4 അറ്റത്തിനും തണ്ട് ചെലുത്തുവാൻ 4 വളയം വാർത്തു. ഖദിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി. താമ്രം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ആ തണ്ടുകൾ ചെലുത്തി. യാഗപീഠം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കി. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് സേവ ചെയ്തു പോന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കാലുമുണ്ടാക്കി. അവൻ പ്രാകാരവും ഉണ്ടാക്കി. തെക്കുവശത്ത് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മറശ്ശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്രച്ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളി ആയിരുന്നു. വടക്കുവശത്ത് 100 മുഴം മറശ്ശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമ്രച്ചുവട് ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മറശ്ശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്കുവശത്ത് മറശ്ശീല 50 മുഴമായിരുന്നു. വാതിലിന്റെ ഒരു വശത്തെ മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടുമുണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റും പ്രാകാരത്തിന്റെ മറശ്ശീല ഒക്കെയും പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടായിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളികൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന് തൂണുകളൊക്കെയും വെള്ളികൊണ്ടും മേൽചുറ്റുപടിയുള്ളവയും ആയിരുന്നു. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവും ആയിരുന്നു. അതിന്റെ തൂണ് 4 അവയുടെ ചുവട് 4 താമ്രമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികൾ ഒക്കെയും താമ്രമായിരുന്നു. മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥമാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാ കണക്ക് കൂട്ടിയതുപോലെ സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തിനുണ്ടായ ചെലവ് എന്തെന്നാൽ, യഹൂദാഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേൽ മോശയോട് യഹോവ കൽപ്പിച്ചതൊക്കെയും ഉണ്ടാക്കി. അവനോടുകൂടെ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ കുത്തുപണിക്കാരനും കൗശലപ്പണിക്കാരനും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണി ചെയ്യുന്നവനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ സകല പ്രവൃത്തിയുടെയും പണിക്ക് വഴിപാടായി വന്നു ഉപയോഗിച്ച പൊന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ 29 താലന്തും 730 ശേക്കേലും ആയിരുന്നു. സഭയിൽ ചാർത്തപ്പെട്ടവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 100 താലന്തും 1775 ശേക്കേലുമായിരുന്നു. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട 6,3550 പേരിൽ ഓരോരുത്തരും ഓരോ ബേഖ വീതമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കലാകുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മരശീലയുടെ ചുവടുകളും വാർക്കുന്നതിന് ഒരു ചുവടിന് 1 താലന്ത് വീതം 100 ചുവടിന് 100 താലന്ത് വെള്ളി ചെലവായി. ശേഷിപ്പുള്ള 1775 ശേക്കേൽ കൊണ്ട് അവൻ തൂണുകൾക്ക് കൊളുത്തുണ്ടാക്കുകയും കുമിഴ് പൊതിയുകയും മേൽചുറ്റുപടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാട് വന്ന താമ്രം 70 താലന്തും 2400 ശേക്കേലും ആയിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമ്രയാഗപീഠവും
അതിന്റെ താമ്രജാലവും യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും, ചുറ്റും പ്രാകാരത്തിന്റെ ചുവടുകളും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റും പ്രാകാരത്തിന്റെ കുറ്റികളും ഉണ്ടാക്കി.